കെട്ടിട പെർമിറ്റുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ തുടരന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക്. കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് സെക്ഷൻസ് ഓവർസിയർ ആണ് സ്വപ്ന. ഇവരുടെ ഓഫീസിലാണ് വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ഇവർക്ക് സഹായം ചെയ്ത മറ്റ് അഴിമതിക്കാരായ സഹായികളെ ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന. ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വൈറ്റില സോണൽ ഓഫീസിലായിരുന്നു പരിശോധന നടത്തിയത്. സ്വപ്നയുടെ തൃശൂരിലെ വീട്ടിലും ബുധനാഴ്ച വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ബിൽഡിംഗ് പെർമിറ്റ് നൽകാനാണ് സ്വപ്ന 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പിന്നീട് ഇത്രയും രൂപ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് 15,000 ചുരുക്കുകയായിരുന്നു. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖലാ വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലായിരുന്നു സ്വപ്ന കുടുങ്ങിയത്. സ്വപ്ന നിലവിൽ അനുവദിച്ച എല്ലാ കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെയും വിവരം ശേഖരിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. അഴിമതിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തി തന്നെയാണ് സ്വപ്ന എന്നാണ് വിജിലൻസ് SP വ്യക്തമാക്കുന്നത്. കുറെ കാലമായി ഇവർ വിജിലൻസിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു. വൈറ്റില സ്വദേശിനിയുടെ 5 നില കെട്ടിടത്തിനായിരുന്നു പ്ലാന് അപ്രൂവ് ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി ഇവർ 4 മാസം വരെയാണ് വൈകിപ്പിച്ചത്. ഓരോ നിലയ്ക്കും 5,000 രൂപ വീതമാണ് ഇവർ ചോദിച്ചത്. മൊത്തം 25,000 രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഇത്രയും തുക നൽകാൻ കഴിയില്ല എന്നും അവർ പറഞ്ഞു. പക്ഷേ 15,000 കിട്ടിയേ മതിയാവൂ എന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു. സാധാരണ ഏജന്റുമാർ വഴിയാണ് സ്വപ്ന പണം വാങ്ങിയിരുന്നത്. എന്നാൽ അവധിയായതിനാൽ മക്കളുമായി നാട്ടിൽ പോകവേ വഴിയിൽ വെച്ച് പണം വാങ്ങാനായിരുന്നു അവരുടെ തീരുമാനം.